ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ സംഘടിപ്പിച്ച വിരുന്നിൽ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. ഒരുമയുടെ സന്ദേശം പകർന്ന ഇഫ്താർ വിരുന്ന് സ്നേഹസംഗമ വേദിയായി. ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഓരോ ഇഫ്താറും പ്രതീക്ഷയായി മാറുന്നത് ഇങ്ങനെ കൂടിയാണ്. പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഒരാലിംഗനത്തിൽ അലിയാത്തതായി ഒന്നുമില്ല. ഇഫ്താർ സന്ദേശം എന്താണ്? നമുക്കല്ല, ഇത് തന്നെ വലിയൊരു മാതൃകയാണ്. എല്ലാവരും വരുന്നു, നമുക്ക് ഒരു ജാതി മത വ്യത്യാസമില്ലാതെ ആളുകൾ വരുന്നു, ആഘോഷിക്കുന്നു. എപ്പോഴും നമ്മൾ കേരളത്തിനെ പറ്റി പറയുമ്പോഴും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും തമ്മിലുള്ള ഐക്യമാണ്. അതെപ്പോഴും മുന്നോട്ട് തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പകർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് നടൻ ആസിഫ് അലിയും സംഗീതജ്ഞൻ രമേശ് നാരായണനും ഒന്നിച്ചത്. നിയമസഭ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഇത്രയും ഇതുണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇഫ്താർ പരിപാടിക്ക് വിളിക്കുന്നത്. അതന്നെ വലിയൊരു സന്തോഷം. ഇവിടെ വരാൻ പറ്റും. ഒരു നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ഒരു സുഖമുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് വിരുന്നിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ വേദി പങ്കിടാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. സൗഹൃദ വേദിയായ ഇഫ്താർ വിരുന്നിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപന മേധാവികളും പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.